നമുക്ക് എല്ലാവർക്കും വളരെ ബുദ്ധിമുട്ട് തോന്നുന്ന ഒരു കാര്യമാണ് നമ്മുടെ കുഞ്ഞുങ്ങളുടെ വാശി, അല്ലേ? പല കാര്യങ്ങൾക്കും ഇവർ വാശി പിടിക്കാറുണ്ട്. പ്രത്യേകിച്ച് പബ്ലിക് പ്ലേസസിലൊക്കെ വെച്ചിട്ട്, സൂപ്പർ മാർക്കറ്റിലോ അല്ലെങ്കിൽ സിനിമാ തിയേറ്ററിലോ ഒക്കെ വെച്ചിട്ട് കുട്ടികൾ വാശി കാണിക്കുന്നതും അതുമായിട്ട് ബന്ധപ്പെട്ട പല കാര്യങ്ങൾ ചെയ്യുന്നതും ഒക്കെ നമുക്ക് വളരെ നാണക്കേട് തോന്നുന്നതും അല്ലെങ്കിൽ നമുക്ക് മാനേജ് ചെയ്യാൻ പറ്റാത്തതുമായിട്ടുള്ള കാര്യങ്ങളായിട്ട് മാറാറുണ്ട്. അപ്പോൾ എൻ്റെ കുഞ്ഞിൻ്റെ ഒരു കാര്യം ഞാൻ പറയാനാണെങ്കിൽ, ആൾക്ക് 3 വയസ്സേ ആയിട്ടുള്ളൂ, എങ്കിലും ആൾക്ക് നല്ല വാശിയുണ്ട്. വാശി വന്നു കഴിഞ്ഞാൽ ആൾ എന്താ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, കയ്യിലിരിക്കുന്ന സാധനങ്ങളൊക്കെ എടുത്തെറിയും. ചിലപ്പോൾ ഫുഡാണ് ഇരിക്കുന്നതെങ്കിൽ ഫുഡൊക്കെ തട്ടിക്കളയും. അല്ലെങ്കിൽ അവൾ കൃത്യമായിട്ട് ഇപ്പൊ എന്തെങ്കിലും താഴെ വീണ് കഴിഞ്ഞാൽ ഞാൻ പിക്കിറ്റ് അപ്പ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ആൾ കൃത്യമായിട്ട് എടുത്ത് അതിന്റെ യഥാസ്ഥാനത്ത് വെക്കുക ഒക്കെ ചെയ്യുന്ന മിടുക്കി കുഞ്ഞാണ്. പക്ഷേ വാശി വന്നു കഴിഞ്ഞാൽ ആൾ എന്താ ചെയ്യാന്ന് വെച്ചാൽ എല്ലാം തട്ടിമറിച്ചിടുകയും അത് എടുക്കാൻ പറഞ്ഞാൽ പോലും എടുക്കില്ല. വളരെ വാശിയായിട്ടൊക്കെ ആള് സംസാരിക്കുകയും സമ്മതിക്കില്ല ഒരു കാര്യം ചെയ്യാനോ ഒക്കെ. ആ ഒരു രീതിയിൽ ആള് നിൽക്കാറുണ്ടായിരുന്നു. അപ്പൊ ഇത്തരത്തിൽ വാശി കാണിക്കുന്നത് എനിക്ക് വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നി. അങ്ങനെ പയ്യെ ചില കാര്യങ്ങൾ ചെയ്ത് ഞാൻ ഈ വാശിയൊന്ന് മാറ്റിയെടുത്തു. ആളിപ്പോ അങ്ങനെ അധികം വാശിയൊന്നും കാണിക്കാറില്ല. ചെറിയ വാശികൾ കാണിക്കാറുണ്ട്, പക്ഷെ അതും അധിക നേരമൊന്നും നിൽക്കാറില്ല. അവൾക്ക് കാര്യം പറഞ്ഞു കൊടുത്താലൊക്കെ ആൾക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പൊ ഇത്തരത്തിലൊരു നല്ലൊരു മാറ്റം എനിക്ക് ഈ കുറച്ച് ടെക്നിക്സ് യൂസ് ചെയ്തപ്പോഴത്തേക്കും എനിക്ക് വരുത്താൻ കഴിഞ്ഞു. അപ്പൊ നമുക്ക് ഇന്ന് ഈ വീഡിയോയിൽ എന്തുകൊണ്ടായിരിക്കും ഈ കുട്ടികൾ മെയിനായിട്ട് വാശി കാണിക്കുന്നതെന്നും ഈ ഇത്തരത്തിലുള്ള വാശി നമുക്ക് അവർ പോലും അറിയാതെ എങ്ങനെ മാറ്റിയെടുക്കാം എന്നതിനെ കുറിച്ച് നമുക്ക് ഡിസ്കസ് ചെയ്യാം. കുട്ടികൾ പലപ്പോഴും അവർ വാശി കാണിക്കുന്നത് അവരുടെ മാനസിക അവസ്ഥ എന്താണെന്നും അവർക്ക് എന്താണ് വേണ്ടത് എന്നുള്ളതും അവർക്ക് പറയാൻ കഴിയാത്ത ഒരു ഘട്ടത്തിലാണ്. അവർ ഭയങ്കരമായിട്ട് ചിലപ്പോൾ കരയും, ഭയങ്കരമായിട്ട് ബഹളം വയ്ക്കും, അവരുടെ ട്രാൻഡംസ് കാണിക്കും, ഒക്കെ കാണിക്കും. നമ്മൾ വിചാരിക്കും എന്തിനാ ഈ കുഞ്ഞ് ഇങ്ങനെ കാണിക്കുന്നത്, ഈ കുട്ടിക്ക് ഇതിപ്പോ എന്ത് പറ്റി? അല്ലെങ്കിൽ നമ്മുടെ ചുറ്റുമുള്ളവർ വിചാരിക്കും, അല്ലെ, നമ്മളൊരു സൂപ്പർ മാർക്കറ്റിലാണെങ്കിലോ അല്ലെങ്കിൽ നമ്മളൊരു കല്യാണത്തിന് പോകുമ്പോഴോ ഒക്കെ കുഞ്ഞുങ്ങൾ ഇങ്ങനെ കിടന്ന് കാണിക്കുമ്പോൾ മറ്റുമുള്ളവർ നോക്കും, അല്ലെ, ഈ കുട്ടി എന്തിനാ ഇങ്ങനെ കരയുന്നേ, ഇതിന്റെ പാരന്റ്സ് എന്താ ഈ കൊച്ചിനെ നേരെ നോക്കാത്ത, ഇങ്ങനെയൊക്കെയുള്ള പല കാര്യങ്ങൾ പറയാറുണ്ട്, അല്ലേ? പക്ഷെ ആ ഒരു സമയത്ത് അമ്മയ്ക്കായാലും അച്ഛനായാലും പോലും ഭയങ്കര കൺഫ്യൂഷൻ ആയിരിക്കും, കുഞ്ഞ് എന്തിനാ പെട്ടെന്ന് ഇങ്ങനെ കാണിക്കുന്നതെന്ന്. പക്ഷേ എന്താണ് അവിടെ ആദ്യമായി നടക്കുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാല്, 5 വയസ്സിന് താഴേക്കുള്ള കുട്ടികൾ മെയിനായിട്ടും അവർക്ക് ഭാഷയുടെ കഴിവുകളും അവർക്ക് എങ്ങനെയാണ് അവരുടെ ആവശ്യങ്ങൾ പറയാനൊക്കെയുള്ള അവരുടെ തലച്ചോറിന്റെ ഡെവലപ്മെന്റ് കംപ്ലീറ്റ് ആയിട്ടില്ല. അപ്പൊ അവർക്ക് വരുന്ന പല ബുദ്ധിമുട്ടുകളും അവർക്ക് ഇന്നതാണ് എന്നുള്ളൊരു കാര്യം പറയാനായിട്ട് പറ്റാത്തത് കൊണ്ട് അവർക്ക് ഈ ഒരു രീതിയിൽ മാത്രമേ അതിനെ റിയാക്ട് ചെയ്യാൻ അറിയുള്ളൂ. അപ്പൊ അതിനു വേണ്ടിയിട്ടാണ് കുട്ടികൾ ഭയങ്കര കരച്ചിലും ഒക്കെ ആവുന്നത്. അപ്പൊ അത് എന്താ കാര്യമെന്ന് മനസ്സിലാക്കാൻ മാതാപിതാക്കൾക്ക് തന്നെ കുറച്ച് ബുദ്ധിമുട്ടായിരിക്കും. എങ്കിൽ പോലും നമ്മൾ എന്താ ചെയ്യേണ്ടേ? കുഞ്ഞ് എന്തുകൊണ്ട് ഈ സിറ്റുവേഷൻസിൽ ഇങ്ങനെ കാണിക്കുന്നു എന്നുള്ളൊരു കാര്യം കൃത്യമായി മനസ്സിലാക്കാൻ നോക്കുക. ചിലപ്പോൾ വിശന്നിട്ടായിരിക്കാം, ചിലപ്പോൾ ഉറക്കം വന്നിട്ടായിരിക്കാം, പല കാരണങ്ങൾ ഉണ്ടാവാം. പക്ഷെ അവനത് പറയാൻ അറിയില്ല, അവനത് പറയാനുള്ളൊരു രീതി അവന് അത് മനസ്സിലായിട്ടില്ല, അല്ലെങ്കിൽ അവന്റെ ബ്രെയിനിന് അത്രത്തുള്ളൊരു ഡെവലപ്പ് ആയിട്ടില്ല. നമുക്ക് വേണമെങ്കിൽ എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, നമുക്ക് വളരെ അത്യാവശ്യമുള്ളൊരു കാര്യമായിരിക്കാം, എങ്കിൽ പോലും നമുക്ക് മനസ്സിനെ സമാധാനിപ്പിക്കാം. ഓക്കെ, ഇന്നിപ്പോ വേണ്ട, അത് 2 ദിവസം കഴിഞ്ഞിട്ട് മേടിക്കാം, അല്ലെങ്കിൽ കുറച്ച് കഴിഞ്ഞിട്ട് അത് മേടിക്കാം, അങ്ങനെ ഒരു ചിന്ത നമുക്ക് വരാം. പക്ഷെ കുഞ്ഞിൽ അങ്ങനെയല്ല. അവനൊരു കാര്യം വേണമെന്ന് തോന്നിക്കഴിഞ്ഞാൽ പിന്നീട് എന്നുള്ളൊരു ചിന്ത അവനുണ്ടാവാനായിട്ടുള്ളൊരു ബ്രെയിൻ ഡെവലപ്മെന്റ് അവന് ആയിട്ടില്ല. അതാണ് ഒന്നാമത്തെ ഒരു കാരണം കുട്ടികൾ എന്തുകൊണ്ട് വാശി കാണിക്കുന്നു എന്നതിനുള്ളത്. രണ്ടാമത്തെ കാര്യം എന്ന് പറയുന്നത്, കുട്ടി ചിലപ്പോൾ ശ്രദ്ധ നേടാൻ പോലും പലതരത്തിലുള്ള വാശികൾ കാണിക്കും, അല്ലെ? എന്നെ ഒന്ന് ശ്രദ്ധിച്ചൂടെ, എന്നെ ഒന്ന് കണ്ടൂടെ എന്നുള്ളൊരു രീതിയിലാണ് അവർ ആ വാശി കാണിക്കുന്നത്. അപ്പൊ ഇവിടെ കാണാൻ നിങ്ങൾക്ക്, അല്ലെ, അച്ഛനും അമ്മയും അവരുടേതായിട്ടുള്ള കാര്യങ്ങളിൽ ഇരിക്കുകയാണ്, പക്ഷെ കുഞ്ഞ് അവിടെ കളിക്കുന്നുണ്ട്. പക്ഷെ പിന്നീട് അവൻ ആദ്യം എന്താ ചെയ്യുന്നത്? അച്ഛന്റെ അമ്മയുടെ ശ്രദ്ധ കിട്ടാൻ വേണ്ടി അവൻ അവന്റെ കളിപ്പാട്ടങ്ങൾ വലിച്ചെറിയുകയും മറ്റു പല, അല്ലെങ്കിൽ അവരുടെ സിബ്ലിങ്സ് ഉണ്ടെങ്കിൽ അവരുമായിട്ട് വഴക്കിടുകയും ഒക്കെ ചെയ്യും, അല്ലെ? അതിനുശേഷവും അച്ഛനും അമ്മയും കാര്യമായിട്ടുള്ള ശ്രദ്ധ കൊടുക്കുന്നില്ല. അവരവരുടെ ജോലിയിൽ തന്നെയാണ്, അല്ലെങ്കിൽ മറ്റൊരാളോട് സംസാരിച്ചുകൊണ്ട് നിൽക്കുകയാണ്. പുറത്തൊക്കെ ആണെങ്കിൽ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് ഉണ്ടാവാം, അല്ലെ? അപ്പൊ അവൻ എന്താ ചെയ്യാ? അപ്പോൾ എല്ലാവരും നോക്കി നിൽക്കുക, അവൻ നല്ലൊരു കരച്ചിലങ്ങ് പാസ് ചെയ്യും, അല്ലെ? അവന് ഒരു തരത്തിൽ അവൻ ശാന്തനാവില്ല. അവൻ ഭയങ്കരമായിട്ട് കരയും, ഭയങ്കരമായിട്ട് പ്രശ്നം ഉണ്ടാക്കും, ചിലപ്പോൾ തറയിൽ കിടന്ന് എഴുയും ഒക്കെ ചെയ്യും, അല്ലെ? പക്ഷെ ഇത് ആ സമയത്ത് അവന് ചിലപ്പോൾ ആവശ്യം നിങ്ങളുടെ ശ്രദ്ധ മാത്രമായിരിക്കാം. അപ്പൊ അതിനു വേണ്ടിയും കുട്ടികൾ വാശി പിടിച്ച് കരയാറുണ്ട്. കുട്ടികളുടെ ഒരു ഭാഷയാണ്, അവർക്ക് ശ്രദ്ധ കിട്ടാൻ വേണ്ടിയിട്ടുള്ള അവരുടെ ഒരു ഭാഷ കൂടിയാണ് അവരുടെ ഈ വാശി.
കാരണമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് കുട്ടികളിലെ സ്വാതന്ത്ര്യം പരീക്ഷിക്കുന്ന ഒരു ടൈം പീരീഡ് ആണ് അല്ലെ. അവര് 2 വയസ്സ് മുതൽ 5 വയസ്സിനുള്ളിൽ കുട്ടികൾക്കെല്ലാം അവർക്ക് സ്വയം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് അവരെത്തും. അപ്പൊ ഈ സ്വയം ചെയ്യണം എന്നുള്ള ഒരു അവസ്ഥയിലേക്ക് വരിക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർക്ക് ഇതെല്ലാം പരീക്ഷിക്കുകയാണ്. അമ്മ ചെയ്യുന്നതോ അച്ഛൻ ചെയ്യുന്നതോ ഒക്കെ കണ്ട് അവർക്ക് സ്വയം ചെയ്യണം എന്നുള്ളൊരു കാര്യം. പ്രത്യേകിച്ച് ഷൂ ഇടുക, അല്ലെങ്കിൽ ഡോറ് തുറക്കുക. കാരണം ഞാൻ ഇതൊക്കെ എന്റെ ലൈഫിൽ ഇപ്പൊ അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്റെ മോളൊരു 1.5 വയസ്സ് കഴിഞ്ഞ സമയം തൊട്ട് തന്നെ പല കാര്യങ്ങളും സ്വയം പരീക്ഷിച്ച് നോക്കുന്ന ഒരു ഘട്ടത്തിലേക്ക് എത്തിയിരുന്നു. അവൾ ആഹാരം പോലും അവൾ തനിയെ കഴിക്കും. ഏകദേശം എനിക്ക് വേണമെങ്കിൽ നിങ്ങളോട് പറയാം, ഞാൻ എന്റെ മോൾക്ക് ആഹാരം നേരെ ഒന്ന് വാരി കൊടുത്തിട്ട് ഇപ്പോ ഏകദേശം ഒരു 2 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. ആള് 1 വയസ്സ് കഴിയുന്ന ടൈം തൊട്ട് തന്നെ ആള് തനിയെ വാരി കഴിച്ച് തനിയെ ശീലിച്ചിട്ടുണ്ട്. അപ്പോ മോൾക്ക് എനിക്ക് ആഗ്രഹം തോന്നിയാൽ പോലും അവള് വാരി കൊടുക്കാൻ എന്നെ സമ്മതിക്കാറില്ല. അപ്പൊ അത്തരത്തിലൊരു ഡെവലപ്മെന്റിലേക്ക് അവൾ എത്തി. അപ്പൊ അതുപോലെ തന്നെ കുട്ടികൾക്കെല്ലാം സ്വയം ചെയ്യണം എന്നുള്ളൊരു വാശി ഉണ്ടാകും. അപ്പൊ ഈ ഒരു ഘട്ടത്തില് നമുക്ക് എന്താ ചെയ്യാൻ പറ്റുക എന്നുള്ളതൊക്കെ നമുക്ക് ഇതിന് പിന്നാലെ നമുക്ക് കാണാം. പക്ഷെ നിങ്ങൾ എന്താ ചെയ്യാന്ന് പറഞ്ഞാൽ നിങ്ങൾ കുറച്ചുകൂടി ഒന്ന് കാമാവുക. കുട്ടികൾക്ക് അവരുടെ കഴിവുകൾ പരീക്ഷിക്കാൻ വേണ്ടിയിട്ടാണ്. അതുപോലെ തന്നെ നമ്മൾ ഒരുപാട് നിയന്ത്രിക്കുമ്പോൾ അവരുടെ വാശിയും നിരാശയും ഒക്കെ വീണ്ടും വീണ്ടും കൂടാനേ ചാൻസ് ഉള്ളൂ. ഇപ്പോൾ അവരുടെ ഡോറ് തുറക്കണം എന്ന് പറയുമ്പോൾ തുടക്കത്തിൽ അവരെ അനുവദിക്കുക. അപ്പൊ അവർക്ക് കുറച്ചൊന്ന് അവരുടെ സമാധാനമാവും. അതിനുശേഷം എന്ത് ചെയ്യുക, പയ്യെ അവനോടില്ല ഇത് തുറക്കാൻ പറ്റിയില്ലല്ലോ എന്നും പറഞ്ഞിട്ട് അമ്മ കീ മേടിച്ച് തുറക്കുക. അപ്പൊ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ. ഷൂസ് അവരെടുപ്പോൾ രണ്ടും മാറിപ്പോവാം അല്ലെ. നിങ്ങളെല്ലാം നിങ്ങളുടെ ജീവിതത്തിൽ ഇത് കറക്റ്റ് ആയിട്ട് നിങ്ങളൊക്കെ അനുഭവിക്കുന്ന കാര്യങ്ങളായിരിക്കും അല്ലെ. അപ്പൊ ഈ ഒരു സമയത്ത് കുഞ്ഞിനോട് വേണ്ട ഞാൻ ചെയ്യാം എന്ന് പറഞ്ഞ് അമ്മയും കൂടെ നിൽക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും കുഞ്ഞിന്റെ വാശി ഇരട്ടിക്കുകയുള്ളൂ. മറ്റൊരു പ്രധാനപ്പെട്ട കാരണമാണ് കുട്ടികൾ അവരുടെ ബൗണ്ടറീസ് എന്താണ് എന്ന് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് പല വാശികളും കാണിക്കുന്നത്. കാരണം അവർ എന്ത് ചെയ്യുമ്പോഴാണ് അമ്മ ഇല്ല എന്ന് പറയുന്നത്, എന്ത് ചെയ്യുമ്പോഴാണ് അമ്മ യെസ് പറയുന്നത്, അല്ലെങ്കിൽ അമ്മ ചിലപ്പോൾ വഴക്ക് പറയുന്നതോ അങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ അവർ കൃത്യമായി മനസ്സിലാക്കാൻ വേണ്ടിയും അവർ വാശി കാണിക്കാറുണ്ട്. അപ്പൊ ഇത്തരത്തിലുള്ള ഘട്ടങ്ങളിൽ നിങ്ങൾക്ക് ഇവിടെ കാണാമല്ലോ, ഒരു കുട്ടി ആദ്യം എന്താ പറയാ, ഒരു ചോക്ലേറ്റ് വേണം എന്ന് അമ്മയോട് പറയുന്നു. അപ്പൊ അമ്മ അത് തരില്ല എന്ന് പറയുന്നു. കുറച്ചു നേരം കഴിഞ്ഞിട്ട് വീണ്ടും ആള് ചോദിക്കും, അമ്മ തരില്ല എന്ന് പറയുന്നു. പിന്നെ അമ്മയോടത് എന്താ പറയാ പ്ലീസ് ആയി, പിന്നെ അത് വഴക്കായി, വാശിയായി, ഒക്കെ ആയി. അപ്പോഴും അവൻ നോക്കുന്നത് അവിടെ അവൻ കരഞ്ഞു കഴിഞ്ഞാൽ ഈ കാര്യങ്ങളൊക്കെ നടക്കുമോ എന്നുള്ള ഒരു ഐഡന്റിഫിക്കേഷന് വേണ്ടിയിട്ട് മാത്രമാണ്. കാരണം അങ്ങനെയാണല്ലോ നമ്മൾ എല്ലാരും പഠിക്കുന്നത്. ഒരു കാര്യം നമ്മൾ ചെയ്യുമ്പോൾ ഓക്കെ ഇന്നത് നടക്കുന്നു എന്നുള്ളത്. അപ്പൊ കുഞ്ഞ് വിചാരിക്കും എന്താ, അപ്പൊ ചോദിച്ചിട്ട് കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ കരഞ്ഞു വാശി കാണിച്ചാൽ എനിക്കത് കിട്ടുമോ എന്നുള്ളതൊക്കെ അവർ ടെസ്റ്റ് ചെയ്ത് നോക്കാൻ വേണ്ടിയിട്ടും കൂടെ വാശി കാണിക്കാറുണ്ട്. അപ്പൊ ഈ പറഞ്ഞ കാര്യങ്ങൾ കൊണ്ടിട്ടാണ് നമ്മുടെ കുട്ടികൾ പ്രധാനമായിട്ടും ഭയങ്കര വാശിക്കാരായിട്ട് മാറുന്നത് അല്ലെ. അപ്പൊ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ നമുക്കൊന്ന് ചെറിയ രീതിയിൽ ഒന്ന് മാറ്റം വരുത്തി കഴിഞ്ഞാലോ, അല്ലെങ്കിൽ അവർക്കൊന്ന് സപ്പോർട്ടീവ് ആയിട്ടൊക്കെ നമ്മൾ നിന്ന് കഴിഞ്ഞാലോ നമുക്ക് നല്ല രീതിയിൽ ഈ സിറ്റുവേഷൻസ് ഒഴിവാക്കാൻ പറ്റും. അതുപോലെ തന്നെ അവരുടെ രീതിയിലുള്ള വാശികൾ ഒഴിവാക്കാൻ പറ്റും. അപ്പൊ നമുക്ക് നോക്കാം എന്തൊക്കെയാണ് ഇതിനുള്ള ടെക്നിക്കായിട്ട് നമുക്ക് ചെയ്യേണ്ടത്. നമ്മൾ ഇത്രയും നേരം പറഞ്ഞുകൊണ്ടിരുന്നത് എന്തുകൊണ്ടാണ് നമ്മുടെ കുട്ടികൾ വാശി കാണിക്കുന്നത് എന്നുള്ളതാണ്. കാരണം അതിന്റെ കാരണം അറിഞ്ഞാൽ മാത്രമേ നമുക്ക് അത് എങ്ങനെ മാറ്റാം എന്നുള്ളത് പറ്റുള്ളൂ. അപ്പൊ ഞാനിവിടെ ഈ പറയുന്ന ചില ട്രിക്കുകൾ നിങ്ങളൊന്ന് പരീക്ഷിച്ചാൽ കുട്ടികൾ പോലും അറിയാതെ നമുക്ക് അവരുടെ വാശിയൊക്കെ ഒന്ന് മാറ്റിയെടുക്കാൻ പറ്റും. അപ്പൊ നമുക്കിവിടെ ഒന്ന് നോക്കാം അല്ലെ എന്താ നമുക്ക് ചെയ്യാൻ പറ്റുക. അപ്പൊ വാശി വന്നു കഴിഞ്ഞാൽ കുട്ടി പല രീതിയിൽ വാശി കാണിക്കും. ഇതൊക്കെ ചെയ്യുമ്പോൾ ആദ്യം ചെയ്യേണ്ടത് നമ്മൾ ശാന്തമായിരിക്കുക, നമ്മളൊന്ന് കാമാവുക എന്നുള്ളതാണ്. അവരുടെ ശ്രദ്ധയൊന്ന് മാറ്റുക. പല കാര്യങ്ങൾക്കായിരിക്കും കുട്ടികൾ കരച്ചിൽ ചെയ്യുണ്ടാക്കുന്നത് അല്ലേ. ചിലപ്പോൾ അവർക്ക് ചോക്ലേറ്റ് വേണം എന്ന് പറഞ്ഞ് ഭയങ്കര വാശിയായിരിക്കും. അപ്പോൾ അമ്മ കണ്ടില്ലേ, ജനലിൽ കൂടെയുള്ള ഒരു നല്ലൊരു ഭംഗിയുള്ള ഒരു കിളി അവിടെ ഉണ്ടെങ്കിൽ, അല്ലെങ്കിൽ ആ പക്ഷി അവിടെ വന്നു, അല്ലെങ്കിൽ ഒരു പാട്ട് വെച്ച് കൊടുക്കുകയോ, അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും ചെയ്യുമോ, അമ്മ എന്തെങ്കിലും കളി കളിക്കുകയോ, അല്ലെങ്കിൽ അമ്മ കുഞ്ഞിന്റെ ഒരു ടോയ് എടുത്ത് വെച്ചിട്ട് എന്തെങ്കിലും സംസാരിക്കുകയോ ഒക്കെ ചെയ്തിട്ട് അവന്റെ ആ സിറ്റുവേഷനെ നമ്മളൊന്ന് മാറ്റി വിടുകയാണ് അവിടെ ചെയ്യുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ മാറ്റി വിടുമ്പോഴത്തേക്കും എന്താ പറ്റുക, കുട്ടികളുടെ ശ്രദ്ധ നമുക്ക് വളരെ പെട്ടെന്ന് മാറ്റാൻ പറ്റും. അപ്പൊ അവർക്ക് എന്താണ്, അവർക്ക് മുന്നേ നടന്ന കാര്യം കംപ്ലീറ്റ്ലി അവിടെ വിട്ടിട്ട് അവർ പുതിയ കാര്യത്തിലേക്ക് പോകും. നമ്മൾ പലപ്പോഴും കേട്ടിട്ടുണ്ടാവും കുട്ടികൾ കുരങ്ങന്മാരെ പോലെയാണെന്ന്. അപ്പൊ അവർക്ക് പുതിയ കാര്യം കിട്ടുമ്പോൾ അവർ അതിലേക്ക് പോകും. അങ്ങനെ നമുക്ക് ഒരു പരിധി വരെ ഈ വാശിയൊക്കെ മാറ്റാം. ഇത് ശരിക്കും പറഞ്ഞാലും പുറത്തൊക്കെ കൊണ്ടുപോകുമ്പോൾ, പ്രത്യേകിച്ച് സൂപ്പർ മാർക്കറ്റിൽ കല്യാണങ്ങൾക്കും ഒക്കെ കുട്ടികളെ കൊണ്ടുപോകുമ്പോൾ നമുക്ക് പരീക്ഷിക്കാൻ പറ്റുന്ന നല്ലൊരു ഐഡിയയാണ് മറ്റെന്തെങ്കിലും കാണിച്ച് കുട്ടികളുടെ ശ്രദ്ധ മാറ്റുക.
പിന്നെ നമ്മൾ ഒരിക്കലും കുട്ടികളുടെ അടുത്ത് ഇപ്പൊ കുട്ടി വേണം എന്ന് പറഞ്ഞാൽ അമ്മ ഇല്ല അല്ലെങ്കിൽ അച്ഛൻ ഇല്ല എന്നും പറഞ്ഞിട്ട് കുട്ടികളോട് എനിക്കാണ് ഇവിടെ അധികാരം അല്ലെങ്കിൽ ഞാനാണ് അമ്മ, നീ ഞാൻ പറയുന്നത് കേൾക്കണം എന്നുള്ള ഒരു വളരെ അധികാരത്തോടു കൂടിയുള്ള സംസാരം നമ്മൾ ഒഴിവാക്കുക. കാരണം അത് എപ്പോഴും കുട്ടികളുടെ വാശി കൂടത്തേ ഉള്ളൂ, കൂടാൻ സാധിക്കുകയുള്ളൂ. അത് മാത്രമല്ല കുട്ടികൾക്ക് ചിലപ്പോ അത് പിന്നീട് എപ്പോഴും ഇങ്ങനെ തന്നെ ആവുമ്പോൾ കുട്ടിക്ക് ചിലപ്പോൾ പാരന്റ്സിൽ നിന്ന് തന്നെ അവരെ അകന്നു പോവാനുള്ള സാധ്യതയൊക്കെ വളരെ കൂടുതലാണ്. അപ്പൊ അതുകൊണ്ടിട്ട് നമ്മൾ കാമായിട്ടിരുന്നിട്ട് ഇവിടെ നമുക്ക് കുട്ടിയാണോ വലുത് അല്ലെങ്കിൽ അമ്മയാണോ വലുത് അച്ഛനാണോ വലുത് എന്നുള്ളതല്ല, അവരുടെ അപ്പോഴത്തെ ആ ഒരു പ്രോബ്ലം നമ്മൾ സോൾവ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ കാമായിട്ട് ഇരിക്കുക. അപ്പൊ ഈവൻച്വലി കുട്ടിയും കാമായിട്ട് വരും. അവന് നമുക്ക് എന്താ ചെയ്യാൻ കഴിയാന്ന് വെച്ച് കഴിഞ്ഞാൽ കുട്ടികൾക്ക് തിരഞ്ഞെടുക്കാനുള്ള അവസരം കൊടുക്കുക, അവർക്ക് ചോയ്സ് കൊടുക്കുക. കാരണം കുഞ്ഞ് എന്ന് പറയുന്നത് മറ്റൊരു ഇൻഡിവിജ്വൽ ആണ്. അമ്മയുടെ അച്ഛന്റെയും മാത്രം ഇഷ്ടമല്ല ശരിക്കും നടക്കേണ്ടത്. കുഞ്ഞിന് എന്താണ് ഇഷ്ടം? ഇപ്പൊ അമ്മ പറയുകയാണല്ലേ, ഈ ചുവന്ന ഡ്രസ്സ് മാത്രം ഇട്ടാൽ മതി, ഈ റെഡ് ഡ്രസ്സ് ഇട്ടാൽ മതി, ഇതാ ഭംഗി എന്ന് പറഞ്ഞ് അമ്മ പറയുമ്പോഴും അതുപോലെ തന്നെ അമ്മ മുന്നോട്ട് ഒരു റെഡ് ഡ്രസ്സും ഒരു ബ്ലൂ ഡ്രസ്സും വെച്ചിട്ട് കുഞ്ഞിന് ഏതാ ഇഷ്ടപ്പെട്ടത് നമുക്ക് അതിടാം. അപ്പൊ കുഞ്ഞ് അതിൽ നിന്ന് സെലക്ട് ചെയ്യുകയും ചെയ്യും. അപ്പൊ ഇതിലൂടെ അവന് അല്ലെങ്കിൽ അവൾക്ക് അവരെന്തോ വലിയ കാര്യം ചെയ്തു അല്ലെങ്കിൽ അവർ കുറച്ചുകൂടി മുതിർന്നതായി, അവർക്കൊരു ചോയ്സ് എടുക്കാനുള്ള ഒരു അവസരം അമ്മ കൊടുത്തു എന്നുള്ള ഒരു തോന്നൽ ഉണ്ടാവുകയാണ്, അവർക്ക് സെൽഫ് എസ്റ്റീം ഉണ്ടാവുകയാണ്. ഇത് പറഞ്ഞപ്പോ എനിക്ക് എന്റെ കുട്ടിക്കാലത്തെ കാര്യവും ചിലതൊക്കെ ഓർമ്മ വരുന്നുണ്ട്. കാരണം എന്റെ അമ്മ എന്ന് വെച്ച് കഴിഞ്ഞാൽ അമ്മ ആ ഒരു ടൈമിൽ അമ്മ ഒരു നല്ലൊരു ഡ്രസ്സ് ഉണ്ടെങ്കിൽ ശരിക്കും ആ ഡ്രസ്സ് ഇട്ട് എന്നെ കാണാനുള്ള ആഗ്രഹം കൊണ്ടിട്ടായിരിക്കും. അപ്പൊ എവിടെയെങ്കിലും ഒക്കെ പോകുമ്പോൾ ആ ഡ്രസ്സ് തന്നെ ഇടണം എന്ന് അമ്മ വാശി പിടിക്കും. പക്ഷെ അതേസമയം അത് ഇടില്ല എന്നുള്ളത് ഞാനും വാശി പിടിക്കുമായിരുന്നു. അപ്പൊ അവസാനം വളരെ കരഞ്ഞും ബഹളം വെച്ചും ഞാൻ ആ കംപ്ലീറ്റ് വാശിയും കാണിച്ച് ആ ഡ്രസ്സും ഇട്ട് പോകുമായിരുന്നു. അപ്പൊ അത്തരത്തിലുള്ള സിറ്റുവേഷൻ ഒക്കെ നമുക്ക് ഒഴിവാക്കാനായിട്ട് ഇങ്ങനെ ഒരു കാര്യം ചെയ്യാം അല്ലെ, കുഞ്ഞ് സെലക്ട് ചെയ്യട്ടെ. നമുക്ക് അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട 2 ഡ്രസ്സുകൾ കുഞ്ഞിന്റെ മുമ്പിൽ വെച്ച് കൊടുത്തിട്ട് ഇതിൽ ഏത് വേണം എന്ന് ചോദിക്കാം. അല്ലാതെ അവർക്ക് ഏത് വേണം എന്ന് ചോദിച്ചാൽ അവർ മോശമായിട്ടൊരു ഡ്രസ്സ് പറഞ്ഞിട്ട് അതിനു വേണ്ടി വാശി പിടിച്ചോണ്ടിരിക്കും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് ആ ഒരു സിറ്റുവേഷൻ തന്നെ നമ്മൾ അങ്ങ് ഒഴിവാക്കി കളഞ്ഞില്ലേ. അപ്പൊ പിന്നെ അവിടെ ആരാ ശരിക്കും അമ്മയാ ജയിച്ചത്, പക്ഷെ കുഞ്ഞിന് എന്താ തോന്നും കുഞ്ഞ് തന്നെയാ ജയിച്ചത് എന്ന്. അതും ഒരു വഴിയാണ്. പിന്നെ അവർ നല്ലത് ചെയ്താൽ നമ്മൾ അവരെ പ്രശംസിക്കാൻ ഒരിക്കലും മടിക്കരുത്. കുഞ്ഞുങ്ങൾ ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോൾ അവരെ നമ്മൾ പ്രശംസിക്കുകയാണ്. അവർ നല്ല കാര്യം, കുട്ടികൾ ഇവിടെ കണ്ടില്ലേ കളിപ്പാട്ടങ്ങളെല്ലാം അടുക്കി വെച്ചപ്പോൾ അമ്മ പ്രശംസിക്കുന്നത് നല്ല രീതിയിൽ. ഞാൻ എന്റെ കുഞ്ഞിനെ അത് എപ്പോഴും ചെയ്യാറുണ്ട് കേട്ടോ. ആൾ എന്തൊരു കാര്യം ചെയ്താലും ഞാൻ എന്തെങ്കിലും തറയിൽ കിടക്കുന്നതൊക്കെ എടുത്തു തന്നാലും ഒക്കെ ഞാൻ പറയും വാവ് യു ഡിഡ് ഇറ്റ് എന്ന് പറയും, അല്ലെങ്കിൽ താങ്ക് യു പറയും. അവൾക്ക് താങ്ക് യു ഒക്കെ പറയുന്ന ഭയങ്കര ഇഷ്ടമാണ്. അപ്പൊ അതുപോലെ തന്നെ അവൾക്ക് വേണ്ടി നമ്മൾ എന്തെങ്കിലും ചെയ്തു കൊടുത്തു കഴിയുമ്പോഴും അവൾ എന്നോട് താങ്ക് യു പറയാറുണ്ട്. ഈവൻ ഞാൻ അവളെ കുളിപ്പിച്ചിട്ട് ഇത് തലയൊക്കെ തുടച്ചുകൊണ്ട് നിൽക്കുന്ന ടൈമിൽ പോലും ചിലപ്പോൾ അവള് താങ്ക് യു മമ്മി എന്ന് പറയാറുണ്ട്. അപ്പൊ അവൾക്കത് മനസ്സിലാവുകയാണ്. വളർന്നു വരുമ്പോഴത്തേക്കും നമ്മൾ അവർക്ക് പല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുന്നുണ്ടെന്നും അവർ പല കാര്യങ്ങൾ ചെയ്ത് തരാനും ഒക്കെ അവർ തയ്യാറാവുകയാണ്. അപ്പൊ അതെല്ലാം നമ്മുടെ ചെറിയ ചെറിയ പ്രശംസയിലൂടെയും അതിലെ അപ്രിസിയേഷനിലൂടെയും മാത്രമേ നമുക്ക് കുഞ്ഞുങ്ങളെ റെഡിയാക്കി എടുക്കാൻ പറ്റത്തുള്ളൂ. ഇനി നമുക്ക് ചെയ്യാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട 2 കാര്യങ്ങളാണ് ഉള്ളത്. അപ്പൊ അതിൽ ആദ്യത്തേത് ഞാൻ രണ്ടാമത് പറയാം, എന്നിട്ട് രണ്ടാമത്തേത് ആദ്യം പറയാം. നിങ്ങളൊന്ന് നോക്കൂ അല്ലെ, നമ്മൾ റോൾ മോഡലിംഗ് ആണ്. നമ്മൾ ചെയ്യാത്തൊരു കാര്യം നമുക്ക് ഒരിക്കലും കുട്ടികൾ ചെയ്യണമെന്നോ അവരത് കണ്ടിന്യൂസ് ആയിട്ട് അതുപോലെ നടക്കണമെന്നോ നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ 24 മണിക്കൂറും ഫോൺ നോക്കി ഇരുന്നിട്ട് കുഞ്ഞിനോട് പുസ്തകം വായിക്കണം എന്ന് പറഞ്ഞാൽ ഏത് കുഞ്ഞാ കേൾക്കുക? അപ്പൊ റോൾ മോഡലിംഗ് ആണ്. നമ്മൾ എന്താണ് കുഞ്ഞിന് കാണിച്ചു കൊടുക്കുന്നത് അതുപോലെ കുഞ്ഞ് പെരുമാറത്തുള്ളൂ. അതുപോലെ തന്നെ പല സമയത്തും ചിലപ്പോൾ അച്ഛനും അമ്മയും ഒക്കെ വഴക്കുണ്ടാക്കുമ്പോഴോ ഒക്കെ ആണെങ്കിലും ചിലപ്പോൾ അച്ഛൻ ഒച്ചയെടുക്കുക അല്ലെങ്കിൽ അമ്മ ഒച്ചയെടുക്കുക, ആ ഒരു സിറ്റുവേഷൻ ഒക്കെ കുട്ടികളെ ബാധിക്കും. അപ്പോൾ അവര് മനസ്സിലാക്കുന്ന ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ഇതുപോലെ ദേഷ്യവും വാശിയും ഒക്കെ വരുന്ന സമയത്തിന് അവർ ഒച്ചയെടുക്കുന്നത് വളരെ നോർമൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് എന്നുള്ളത്. അപ്പൊ അങ്ങനെ കുട്ടി അത് പഠിച്ചു വെച്ചിട്ട് വീണ്ടും അവർക്ക് വാശി വരുമ്പോഴും ദേഷ്യം വരുന്ന സിറ്റുവേഷനിലും അത് ഉപയോഗിക്കുമ്പോൾ നമ്മൾ എന്ത് ചെയ്യാൻ പാടില്ല, നമ്മൾ അതിന് മോശമാണെന്ന് പറഞ്ഞാൽ കുഞ്ഞിന് എന്താ മനസ്സിലാവുക? കുഞ്ഞിനൊന്നും മനസ്സിലാവില്ല. അവൻ വീണ്ടും അത് റിപ്പീറ്റ് ചെയ്തുകൊണ്ടേയിരിക്കും. കാരണം അവൻ നോക്കുമ്പോൾ അച്ഛൻ ഇത് കാണിച്ചു അല്ലെങ്കിൽ അമ്മ ഇത് കാണിച്ചു, അപ്പൊ പിന്നെ എനിക്ക് എന്താ കാണിച്ചൂടാ എന്നുള്ള ഒരു സിറ്റുവേഷൻ വരും. അപ്പോൾ എന്തുകൊണ്ടും നമ്മൾ ശാന്തരാകുക, നമ്മൾ ഇങ്ങനെയുള്ള സിറ്റുവേഷൻസ് നല്ല രീതിയിൽ ഹാൻഡിൽ ചെയ്യുന്നത് കുട്ടി കണ്ട് മനസ്സിലാക്കുക. അപ്പോൾ മാത്രമേ അവരും ശാന്തരായിട്ട് പറയുന്ന കാര്യങ്ങൾ കേൾക്കുകയും ഒക്കെ ചെയ്യുള്ളൂ. അതുപോലെ തന്നെ അവർ വാശി വെക്കുമ്പോൾ അതിന് മേളിലായിട്ട് നമ്മൾ ഒച്ചയെടുത്തിട്ട് ബഹളം ഉണ്ടാക്കിയാൽ ഒരിക്കലും കുഞ്ഞ് കേൾക്കാനും പോകുന്നില്ല. അത് മാത്രമല്ല അവർക്ക് മനസ്സിൽ അത് അങ്ങനെ തന്നെ പതിയുകയും ചെയ്യും.
അപ്പോൾ നമ്മൾ ശാന്തമാകുക. ഒന്നോ രണ്ടോ പ്രാവശ്യമൊക്കെ കുഞ്ഞ് കണ്ടിന്യൂ ചെയ്ത് പിന്നെയും വാശി കാണിക്കുക തന്നെ ചെയ്യും. പക്ഷെ പയ്യെ പയ്യെ നമുക്കത് മാറ്റിയെടുക്കാൻ കഴിയും. അവർ പോലും അറിയാതെ ഈ ബിഹേവിയർ എല്ലാം ഇവരുടെ കയ്യിൽ നിന്ന് മാറും. പിന്നത്തെ കാര്യം വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് എനിക്ക് നിങ്ങളോട് പറയുന്ന ഒരു കാര്യമാണ്, നമ്മൾ കുറച്ച് റൂൾസ് നമ്മൾ കുട്ടികൾക്ക് സെറ്റ് ചെയ്ത് അത് പക്ഷേ നമ്മൾ ആദ്യമേ അവരോട് പറയുക. അപ്പോൾ ഇവിടെ ഒരു സിറ്റുവേഷൻ ഞാൻ പറയുകയാണ് അല്ലെ. അമ്മ കുഞ്ഞിനോട് കടയിൽ പോകുന്നതിന് മുന്നേ പറയുന്നതാണ്, നമ്മൾ പാല് മേടിക്കാനാണ് പോകുന്നത്, ചോക്ലേറ്റ് മേടിക്കില്ല. പക്ഷേ കുഞ്ഞെന്ത് ചെയ്യും? കടയിൽ പോയി ചോക്ലേറ്റ് കാണുമ്പോൾ ഓഫ് കോഴ്സ് അവൻ ചോദിക്കും, എനിക്ക് ചോക്ലേറ്റ് വേണം, അമ്മയെ മേടിച്ച് തരാവോ എന്ന്. അപ്പൊ അമ്മ എന്താ പറയാ? അമ്മ പറയും മേടിച്ച് തരില്ല എന്ന് പറയും. അപ്പൊ അവൻ കുറച്ച് വാശിയൊക്കെ കാണിച്ചിട്ട് അമ്മ എന്ത് ചെയ്യാ? മേടിച്ചു കൊടുക്കുക, അല്ലെങ്കിൽ ആൾക്കാർ എന്താ പറയാന്ന് വെച്ചിട്ട് മേടിച്ചു കൊടുക്കുക അല്ലേ. പക്ഷേ നിങ്ങൾ അങ്ങനെ ചെയ്യരുത്. ഈ ഒരു കാര്യം നിങ്ങൾ മേടിച്ചു കൊടുക്കരുത്. കാരണം അവനോട് ആ നിമിഷം തന്നെ എന്ത് ചെയ്യുക? ആ സിറ്റുവേഷനിൽ ഒന്നീ കുട്ടിയെ ഡിസ്ട്രാക്ട് ചെയ്യുക, അല്ലെങ്കിൽ പാല് മാത്രം മേടിച്ച് അപ്പൊ തന്നെ ആ കടയിൽ നിന്ന് പുറത്തിറങ്ങി നമ്മൾ വീട്ടിലേക്ക് വരിക. കാരണം ആ ഒരു തവണ നിങ്ങൾ ആ ചോക്ലേറ്റ് അവന് മേടിച്ചു കൊടുത്താൽ ആദ്യം നിങ്ങൾ പറഞ്ഞത് വെറുതെ ആണെന്ന് അവന് മനസ്സിലാവും. അങ്ങനെയല്ല. അപ്പൊ ആദ്യമേ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പൊ അവനോട് പറയണം, നമ്മൾ പാല് മേടിക്കാൻ മാത്രമാണ് വന്നത്, ഇപ്പൊ നമ്മൾ ചോക്ലേറ്റ് മേടിക്കില്ല, നമ്മൾ നാളെ ആ ചോക്ലേറ്റ് മേടിക്കുക. അങ്ങനെ അവനോട് പറയാം. ഇല്ല, നിങ്ങൾ ആദ്യം മേടിച്ചു കൊടുക്കില്ല എന്ന് പറഞ്ഞിട്ട് മേടിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവൻ ഈ വാശി ഇനി കണ്ടിന്യൂസ് ചെയ്ത് കാണിച്ചുകൊണ്ട് തന്നെ ഇരിക്കും. കാരണം അവൻ അറിയാം റൂൾസ് വെക്കുന്നതൊന്നും പാലിക്കപ്പെടുന്നില്ല. അപ്പൊ നിങ്ങൾ കൃത്യമായിട്ട് ഇത് ചെയ്യുക. ഇപ്പൊ ഒരു സൂപ്പർ മാർക്കറ്റിൽ പോയി നിങ്ങൾ സാധനങ്ങൾ മേടിച്ചു, പക്ഷെ കുഞ്ഞിനോട് പറഞ്ഞതിന് കാരണം അവന് ചോക്ലേറ്റോ അത് ഇതൊന്നും ഇല്ലാന്ന് പറയും, അല്ലെങ്കിൽ ഏതെങ്കിലും ഒന്ന് മേടിച്ചു തരും എന്ന് പറയും. പക്ഷെ അവിടെ ചെല്ലുമ്പോൾ അത് വേണം ഇത് വേണം എന്നുള്ള ഭയങ്കര വാശിയായിരിക്കും. പക്ഷെ ഇത് ആ നിമിഷം നിങ്ങൾ ആ കടയിൽ നിന്ന് ഇറങ്ങും. അപ്പൊ നമുക്ക് ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും, സത്യമാണ്. പക്ഷേ നമ്മൾ കുറച്ച് ബുദ്ധിമുട്ടുകൾ നമ്മൾ സഹിച്ചു കഴിഞ്ഞാൽ ഒന്നോ രണ്ടോ തവണ കൊണ്ടിട്ട് നമുക്ക് ഇത് കംപ്ലീറ്റ് ആയിട്ട് കുഞ്ഞുങ്ങളുടെ ഈ ഒരു വാശി മാറ്റിയെടുക്കാം. കാരണം അവരെപ്പോഴും പാറ്റേൺസ് വെച്ചാണ് മനസ്സിലാക്കുന്നത്. അപ്പൊ ഓക്കെ, അപ്പൊ ഞാൻ കരഞ്ഞിട്ടും കാര്യമൊന്നും കിട്ടിയില്ല എന്നവർക്ക് മനസ്സിലാവും. രണ്ടാമത്തെ തവണയും ചിലപ്പോൾ അവർ കരയുമായിരിക്കും, അപ്പോഴും കിട്ടിയില്ല. അപ്പൊ മൂന്നാമത്തെ തവണ കരഞ്ഞു വാശി ഉണ്ടാക്കുന്ന ടൈമിൽ അവരൊന്ന് ആലോചിക്കും, ഓക്കെ കരഞ്ഞിട്ടും ബഹളം വെച്ചിട്ടും കാര്യമില്ല, അത് കിട്ടില്ല എന്ന്. അപ്പൊ ഇതെല്ലാം നമ്മൾ വളരെ സൗമ്യതയോടുകൂടി വേണം ചെയ്യാനുള്ളത്. അപ്പൊ ഇത്തരത്തിൽ നമ്മൾ ചെയ്യുന്നതിലൂടെ നമുക്ക് കുഞ്ഞുങ്ങളുടെ വാശിയൊക്കെ കുറച്ചൊന്ന് ശ്രമിച്ചാൽ നമുക്ക് മാറ്റിയെടുക്കാൻ പറ്റും. ഞാൻ പരീക്ഷിക്കുന്ന കാര്യങ്ങളാണ്. ഇപ്പോഴും ആള് ചെറിയ വാശിയൊക്കെ കാണിക്കാറുണ്ട്, എങ്കിൽ പോലും മുന്നുണ്ടായിരുന്നതിന്റെ അത്ര വാശിയൊന്നും ഇപ്പോൾ ആൾക്കില്ല. അപ്പൊ നിങ്ങളൊക്കെ ഇതൊന്ന് മനസ്സിലാക്കി ഒന്ന് പരീക്ഷിച്ച് നോക്കിയിട്ട് നിങ്ങൾ കമന്റ് ചെയ്യൂ, എന്തൊക്കെയാണ് കുട്ടികൾക്ക് ഉണ്ടാവുന്ന, അവരെന്തൊക്കെ ബിഹേവിയർ കാണിക്കുന്നു എന്നും, അല്ലെങ്കിൽ അങ്ങനെ കാണിക്കുമ്പോൾ നിങ്ങൾ എന്താ ചെയ്യാറുള്ളതെന്നൊക്കെ ഒന്ന് കമന്റ് ചെയ്യൂ. അപ്പൊ മറ്റ് മാതാപിതാക്കൾക്കും ഒക്കെ അതൊരു ഹെൽപ്പ് ആവും. വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടെക്നിക്സ് ആണ് നമുക്ക് ഇതിനകത്തുള്ളത്. ഈ 10 ടെക്നിക്കും നിങ്ങൾ കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്ത് നോക്കൂ. നമുക്ക് കുട്ടികളുടെ വാശിക്ക് നല്ല രീതിയിൽ നമുക്ക് മാറ്റാൻ പറ്റും. അവർ പോലും അറിയാതെ അവരെന്തിനാ വാശി കാണിക്കുന്നത്, എന്തിനാ കരയുന്നതെന്ന് പോലും അവർക്കറിയില്ല. അപ്പോൾ പിന്നെ അവരുടെ വാശി പോലും അവർക്കറിയാത്ത രീതിയിൽ നമുക്ക് പയ്യെ നമുക്ക് മാറ്റിയെടുക്കാം. ചിലപ്പോൾ ഈ 10 കാര്യങ്ങളും നമുക്ക് അപ്ലൈ ചെയ്യാൻ പറ്റി എന്ന് വരില്ല, എങ്കിലും നിങ്ങൾ ഓരോരോ സിറ്റുവേഷനിൽ ഏതൊക്കെ സിറ്റുവേഷനിലാണ് കുഞ്ഞുങ്ങൾക്ക് വാശി കാണിക്കുന്നത് എന്ന് മനസ്സിലാക്കി ആ വാശികൾക്ക് ഓരോ സമയത്തും ഏതൊക്കെ ടെക്നിക്ക് ഇതിൽ ഉപയോഗിച്ചാൽ എന്ന് മാറ്റം വരും എന്നുള്ളത് നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. തീർച്ചയായിട്ടും നിങ്ങൾക്ക് ഇതിൽ ഗുണം കാണാൻ പറ്റും. നമുക്ക് കുട്ടികളുടെ വാശി നല്ല രീതിയിൽ മാറ്റിയെടുക്കാനും പറ്റും.